ഹലോ. IPLൽ നമ്മുടെ ശുഭ്മാൻ ഗില്ലിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഹോം ഗ്രൗണ്ടിൽ, അതായത് ഇപ്പോഴത്തെ നിലവിലെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഗുജറാത്ത് ടൈറ്റൻസ് താരമാണ്. അപ്പം അഹമ്മദാബാദാണ് നോർമലായിട്ട് പുള്ളിയുടെ ഹോം ഗ്രൗണ്ടായിട്ട് വരുന്നത്. അപ്പം പുള്ളിക്ക് എന്നാ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോം ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ പുള്ളി ഭയങ്കര ഒരു പുലിയാണ്. സംഭവം സത്യമാണ്. പുള്ളി നോർമലി ഒരു മീഡിയോക്കർ പ്ലെയർ ആണെങ്കിലും ഞാൻ അംഗീകരിക്കത്തില്ല പുള്ളി വലിയ പ്ലെയർ ആണെന്നുള്ളതൊന്നും ഞാൻ അംഗീകരിച്ച് തരാൻ എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം പുള്ളി ODIയിലും ടെസ്റ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ്, അതിലൊരു സംശയമില്ല. പക്ഷേ T20 വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിന് മുന്നൊക്കെ പറഞ്ഞ വീഡിയോയിലുള്ള പോലെ തന്നെ എന്താ പറയുന്നത്, നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു പ്ലേയിങ് സ്റ്റൈലും അതൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റൈലും പിന്നെ അങ്ങനത്തെ ഒരു പ്ലെയറുമാണ് ഗില്ലെന്ന് പറയുന്നത്. അപ്പോൾ അത് വേറെ ഡിസ്കഷൻ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പുള്ളി വൻ പുലിയാണ്. അതായത് പുള്ളിയുടെ ഓപ്പണിംഗ് പ്ലെയർ സായി സുദർശനും ഇവർ ഈ ഹോം ഗ്രൗണ്ടിൽ വരുന്ന മത്സരങ്ങളൊക്കെ മികച്ച തുടക്കമാണ് നൽകുന്നത്. അപ്പം മോസ്റ്റ്ലി ഇവിടെ നടക്കുന്ന മത്സരങ്ങളിൽ ഗുജറാത്തിൻ്റെ മിഡിൽ ഓർഡർ അത്രയും എന്താ പറയുന്നത് എക്സ്പോസ് ആകാറില്ല. കാരണം ഓപ്പണിങ്ങിൽ ആരെങ്കിലും ഒരാൾ സ്റ്റാൻഡ് ചെയ്ത് 10 ഓവറിന് അല്ലെങ്കിൽ 15 ഓവർ വരെയൊക്കെ സ്റ്റാൻഡ് ചെയ്ത് പോകും. അങ്ങനെ വരുമ്പോഴത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഒരു ബാറ്റ്സ്മാൻ സെറ്റായിട്ടുണ്ടാവും, ഇങ്ങേ സൈഡിൽ നമ്മുടെ ജോസേട്ടനൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞ് വരുന്ന വാഷിംഗ്ടൺ സുന്ദർ അല്ലെങ്കിൽ ഷാരുഖ് ഖാൻ ചാൻസ് കിട്ടിയ പുള്ളിയൊക്കെ ആണെങ്കിൽ അതൊക്കെ സെറ്റാക്കി മാനേജ് ചെയ്യും ഹോം ഗ്രൗണ്ടിലെ മത്സരങ്ങളിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ശുഭ്മാൻ ഗില്ല് KKRൻ്റെ ഒരു പഴയ കളിക്കാരനായിരുന്നല്ലോ. അപ്പം ഇവർ ഈ KKRുമായിട്ട് ഗില്ല് എപ്പോൾ കളിച്ചു കഴിഞ്ഞാലും നല്ലൊരു മാച്ചപ്പാണ് നടത്തിയിരിക്കുന്നത്. ഈ ലാസ്റ്റ് 2025 കളിയാണെങ്കിൽ പുള്ളിക്ക് 10 റണ്ണിനാണ് സെഞ്ചുറി നഷ്ടമായത്. പക്ഷേ ടീം ജയിച്ചു. പിന്നെ അതിന് മുന്നത്തെ കളി പുള്ളിക്ക് ജസ്റ്റ് നാരോ മാർജിനിലാണ് 15 മിസ്സായത്. അതായത് 31 ബോളിൽ 39 റണ്ണ്, അതും 2023 സീസണിലായിരുന്നു. അപ്പോൾ 2023 സീസണിൽ അതിന് മുന്നേ കളിച്ച കളിയിലും പുള്ളി 49 റണ്ണാണ് കൊൽക്കത്തയ്ക്കെതിരെ എടുത്തത്. ഒറ്റ ഒരു ഇന്നിങ്സ് മാത്രമേ പുള്ളിക്ക് ഇതുവരെ കൊൽക്കത്തയ്ക്കെതിരെ പാളിപ്പോയിട്ടുള്ളൂ. അതെന്ന് പറയുന്നത് പണ്ട് ആ ട്രേഡ് കഴിഞ്ഞു വരുന്ന ഒരു ഫേസ് ഓഫ് ഉണ്ടായിരുന്നു, അതായത് 2022 അന്ന് പുള്ളിക്ക് 5 ബോളിൽ 7 റൺ എടുക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന എല്ലാ കളിയിലും നിയർലി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഗില്ല് കൊൽക്കത്തയ്ക്കെതിരെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്തായാലും കൊൽക്കത്ത നമുക്കറിയാം മൊത്തം ആത്മവിശ്വാസം കെട്ടുപോയിട്ട് ഓൾമോസ്റ്റ് ക്ലൂലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓപ്പണിംഗ് പാളി, മിഡിൽ ഓർഡർ പാളി, ബോളേഴ്സ് ആണെങ്കിൽ അമ്പേ പരാജയം, സ്പിന്നേഴ്സ് ആണെങ്കിലോ റണ്ണ് തടയാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഫ്രീ ഫ്ലോ ആയിട്ട് വിക്കറ്റ് വരുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ടീം, അതും നല്ല മികച്ച റെക്കോർഡുള്ള അഹമ്മദാബാദിൻ്റെ ഹോം ഗ്രൗണ്ടിൽ അഹമ്മദാബാദിനെതിരെ കളിക്കാറുങ്ങുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഓൾ ഓഡ്സ് ആർ അഗെയിൻസ്റ്റ് KKR എന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയേണ്ടി വരും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കളി ഗിൽ ആൻഡ് സുദർശൻ വേഴ്സസ് KKR എന്നേ വരാൻ പോകുന്നുള്ളൂ. കാരണം KKRൻ്റെ ബോളിംഗ് വളരെ പാടുപെടും ഓപ്പണിങ്ങിൽ ഒരു വിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ബാറ്റ്സ്മാൻമാരുടെ ഫോമും കൊൽക്കത്ത ബോളേഴ്സിൻ്റെ ഫോമും വെച്ച് നോക്കുമ്പം സ്വാഭാവികമായിട്ട് കളിയെക്കുറിച്ച് ഒരു അല്പം നോളജുള്ള ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളിയായിരിക്കും ഇന്ന്. പൊതുവേ ഞാൻ പറയുവാണെങ്കിൽ വളരെ ശാന്തമായി പോകുന്ന ഒരു ഉറക്കത്തൂങ്ങി കളിയായിരിക്കും നമുക്കിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളത്. വീണ്ടും വേറൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു.